ഭയങ്കര സിനിമ എന്ന് പറയാനിത് ആ പടം നമ്മളെ പുറത്ത് വരുന്നില്ല അതിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. സത്യം ഇത്രയും നേരം കരഞ്ഞുകൊണ്ടാണ് ഇരുന്നത് തിയേറ്ററിൽ. നല്ല ഫിലിം. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം കാണാത്തവർക്ക് എന്താണ് റിവ്യൂ ഇടാൻ പറ്റും, പക്ഷെ അത് അനുഭവിച്ചവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന അറിയില്ല. അതുപോലെയാണ് പടം എടുത്തത്. ഒരു മുസ്ലിം പയ്യുണ്ട്, അയാൾ ഗൾഫിലായിരുന്നു. വന്നപ്പോഴേ ചോദിച്ചു, എൻ്റെ വീട്ടുകാരൻ തന്നെ, അയാൾ മരിച്ചുപോയി. 2 വർഷം ആരും ഇല്ലാത്തവർ ഈ സ്ഥലത്തായിരുന്നു ആട് വയ്ക്കാൻ, ആരുമായിട്ട് സംസാരം പോലും ഇല്ലാത്ത. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാനത് അങ്ങനെ കാണാമോ പടം. അവനെ എൻ്റെ മനസ്സിൽ എപ്പോഴും അതായിരുന്നു. അതേ ജീവിതം. അവൻ്റെ പേര് നൗഷാദ്. കൊള്ളാം, നല്ല കൊള്ളാം. പുതുവയുണ്ട്. അല്ല ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ ഗൾഫിൽ പോകുമ്പോൾ പഠിക്കും. നല്ല കുഴപ്പമില്ല. നല്ലൊരു വളരെ നല്ലൊരു മൂവിയാണ്. സങ്കടം എന്തായാലും ഉണ്ട്. നമ്മുടെ ഒരു യഥാർത്ഥ ജീവിതം, പച്ചയായ മനുഷ്യൻ്റെ ഒരു നജീബിൻ്റെ കഥ പറയുന്ന യഥാർത്ഥ ഒരു മൂവി തന്നെയാണിത്. അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ ഗൾഫ് ജീവിതം, പ്രവാസ ജീവിതം എന്താണെന്ന് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കാണിച്ചത്. വെരി ഗുഡ് ഫിലിമായിരുന്നു. നല്ല പ്രവാസികളുടെ ആ ഒരു വളരെ നല്ല രീതിയിൽ ബ്ലസ്സി സാറിൻ്റെ അഭ്രപാളികയിൽ അത് തെളിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സൂപ്പർ. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഏറ്റവും നല്ല നടനുള്ള വേൾഡിലെ നമ്പർ 1 നടനായിട്ട് അക്സെപ്റ്റ് ചെയ്യും പുള്ളി. പടം നല്ല പടമാണ്. അതെ, മരുഭൂമിയെല്ലാം വളരെ ഭംഗിയായിട്ട് ജീവിതമൊക്കെ കാണിച്ചിട്ടുണ്ട്. നോവൽ വായിച്ചിട്ടുണ്ട്. സിനിമയും നോവലും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്ലസ്സിയുടെ ടച്ചുണ്ട്. നന്നായിട്ടാണ് വന്നിട്ടുള്ളത്. ആടുജീവിതം നല്ല സൂപ്പർ പടമല്ലേ. നോവലൊന്നും വായിച്ചിട്ടില്ല. ബെന്യാമിൻ്റെ കഥയാണെന്ന് മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പോൾ ഇതെന്നാ കണ്ട സംഭവം പറഞ്ഞറിയിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഉള്ളതാണ്. പൃഥ്വിരാജിൻ്റെ നല്ല പെർഫോമൻസ് ആണ്. 3 മണിക്കൂറോളം ലാഗായിട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. അത് അത്രയ്ക്ക് നല്ല നമുക്ക് കേട്ട കഥകളും കണ്ട അറിവുകളൊക്കെ വെച്ച് നോക്കുമ്പം വളരെ സുന്ദരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മരുഭൂമിയിലെ പെർഫോമൻസ് എല്ലാം സൂപ്പറാണ്. പൃഥ്വി മെയിനായിട്ട് അവൻ തന്നെ ആയതുകൊണ്ട് സൂപ്പറാണെന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഓസ്കാറൊക്കെ കിട്ടേണ്ട സിനിമയാണ്. നോവൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ പൃഥ്വിരാജ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുമെന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ മേല് പെരുക്കുന്നത് കണ്ടിട്ട് ഭയങ്കര. ഇനി ഇങ്ങനെ ചെയ്യരുത്. നല്ലതാ. ആടുജീവിതം വായിച്ചിട്ടുണ്ട്. നല്ല ഫിലിമാണ്. നല്ല ഫിലിം. നന്നായിട്ടുണ്ട്. പൃഥ്വിരാജ് നന്നായിട്ട് അഭിനയിക്കും. നല്ലോണം ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ്. പിന്നെന്താ പറയുക, നല്ല ഡയറക്ഷൻ, ഡെഡിക്കേഷൻ, ഒരു രക്ഷയില്ലാത്ത ഡെഡിക്കേഷൻ. നാഷണൽ അവാർഡ് ഉറപ്പാണ് പൃഥ്വിരാജിന്, ഉറപ്പായിട്ടും കിട്ടും. 100% എനിക്ക് എൻ്റെ വീട്ടിൽ അടുക്കളൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഇതുപോലെ ആട് വയ്ക്കുന്നതിന് കൊടുത്താൽ 2 വർഷം മിണ്ടാതെ ഒരേ സ്ഥലത്തായിരുന്നു. അപ്പോൾ വന്നപ്പോൾ എൻ്റെ ഈ കാര്യം, അപ്പോൾ ഞാൻ വിചാരിക്കും ഈ പടം അതായിരിക്കും എന്ന് വിചാരിച്ചാൽ കാണാൻ വന്നു. ഉണ്ട്. അതെ, അതൊന്നും അറിയില്ല ആൾക്കാർക്ക് അവിടുത്തെ കാര്യം. പോയി അടിപെട്ടു പോയല്ലേ. ഇത് വളരെ മനുഷ്യന് സംഭവിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ബുക്സായിട്ടോ അല്ലെങ്കിൽ സിനിമ ഞാൻ എൻ്റെ വീട്ടിൽ അടുക്ക ഓക്കെ ഇത് കൊള്ളാം. പക്ഷെ എന്തായാലും ഇത് വളരെ അതുപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട്. വളരെ പൃഥ്വിരാജ് വളരെ ബെസ്റ്റല്ലേ. അയാളെ ശരീരമൊക്കെ അങ്ങ് ഉണങ്ങി അതൊക്കെ എങ്ങനെ ഒപ്പിച്ചൊന്നറിയില്ല. വളരെ എന്തായാലും മാനസികമായിട്ട് വളരെ ഒരു മനുഷ്യൻ്റെ അവസ്ഥ. വർഷങ്ങൾ 2-3 വർഷം ഇങ്ങനെ ഒരു സ്ഥലത്തായിരുന്നില്ലേ. അപ്പോഴേ ഇങ്ങനെ ശാരീരികമായുള്ള അവസ്ഥ അതൊക്കെ പടം ഭംഗിയായിട്ട് ഒപ്പിയിരിക്കുന്നു.